കോളേജ് എൻഡ് ചെയ്യുമ്പോൾ കോളേജ് ആണ് എൻഡ് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. പിന്നെ അടുത്ത ആഴ്ച തിങ്കളാഴ്ച ആകുമ്പോൾ പിന്നെയും ദേഷ്യം വരും, ജോലിക്ക് പോകണല്ലോ എന്നുള്ളൊരു മടുപ്പ് വരും. ജോലിയൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ശമ്പളം മാത്രം കിട്ടിയാൽ മതി. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്, അതേപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ഞാനങ്ങനെ കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അതായത് ഇപ്പോൾ എൻ്റെ കോളേജ് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു 6 മാസം ആവാതായി തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു ടൈമിൽ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് കോളേജ് കഴിഞ്ഞാൽ ലൈഫ് എങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് മൈക്ക് കയ്യിലെടുക്കാം. അതായത് നമ്മുടെ കോളേജ് കഴിഞ്ഞ് നമ്മുടെ സാധാരണ ലൈഫ് പോലെ ആയിരിക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാണ്ട്, അതായത് കുറേ പേര് പറയും കോളേജ് ലൈഫാണ് ഏറ്റവും അടിപൊളി, അതേപോലെ തന്നെ സ്കൂൾ ലൈഫാണ് ഏറ്റവും അടിപൊളി, അങ്ങനെയൊക്കെ പറയും. അതായത് സ്കൂൾ ലൈഫും കോളേജും കഴിഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു എന്നൊക്കെ കണ്ടിട്ട് കുറേ പേര് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഒരു കോട്ട് ഞാൻ കണ്ടു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ChatGPT ഏതെല്ലാണ്ട് സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. അതായത് കോളേജ് എൻഡ് ചെയ്യുമ്പോൾ കോളേജ് ആണ് എൻഡ് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ എന്നിട്ട് അത് അടിപൊളി സംഭവമാണ്, കറക്റ്റാണത്. കാരണം കോളേജ് എൻഡ് ചെയ്ത് വെച്ചിട്ട് ലൈഫിൽ അടിപൊളി സംഭവങ്ങളൊക്കെ കഴിഞ്ഞത് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമല്ലോ കോളേജ് കഴിയുമ്പോൾ. കോളേജ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി 4 ഓപ്ഷൻസാണുള്ളത്. അതായത് ഏതൊരു കോഴ്സാണെങ്കിലും എന്താണെങ്കിലും കോളേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ഓപ്ഷനാണുള്ളത്. എൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. 4 ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് പോവാം. അതായത് ഒരു സാധാരണ 9 to 5 ജോലിക്ക് പോവാം. ജോലിയൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ശമ്പളം മാത്രം കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, ശമ്പളം കൃത്യമായിട്ട് തന്നു. രാവിലെ പോവും, വൈകിട്ട് വരും, അങ്ങനെ വേണമെങ്കിൽ പോവാം. അതാണ് മിക്കവാറും എല്ലാവരും ചൂസ് ചെയ്യുക. രണ്ടാമത്തേത് പറഞ്ഞാൽ ആരും ചൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. അതായത് വെറുതെ വീട്ടിലവിടെ ഇരിക്കുക, ഒരു പണിക്കും പോയില്ല, ഒന്നും ചെയ്യില്ല, അങ്ങനെ കുറച്ച് പേരെങ്കിലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കരുത്. കനകമ്മേ, കഞ്ഞിയാകുമ്പോൾ വിളിച്ചാൽ മതി. കുളി കഴിഞ്ഞപ്പോൾ ഒരു തളർച്ച. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അതാണ് സെക്കൻഡ് സംഭവം. മൂന്നാമത്തെ പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന സംഭവം. അതായത് നമുക്ക് വീട്ടിലിരുന്ന് ബട്ട് ജോലി ചെയ്യാം, അതായത് വർക്ക് ഫ്രം ഹോം ജോലികൾ ചെയ്യാം. പിന്നെ 4ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ PGക്ക് പോവാം. ഇതൊക്കെയാണ് ബേസിക്കലി കോളേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ 4 ഓപ്ഷനുകൾ. അപ്പോൾ ഇതിലേത് ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മിക്കവാറും PGക്ക് കുറച്ച് പേര് പോകുമായിരിക്കും, വർക്ക് ഫ്രം ഹോം വളരെ കുറച്ച് പേര് ചെയ്യുമായിരിക്കും, വെറുതെ വീട്ടിലിരിക്കുന്നതും കുറച്ച് പേര് ചെയ്യുമായിരിക്കും. എല്ലാവരും ചൂസ് ചെയ്യുന്ന സംഭവം 9 to 5 ജോലിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫ്രഷറാണല്ലോ, നിങ്ങൾക്ക് കോളേജ് കഴിഞ്ഞാൽ ഉടനെ ഭയങ്കര 50,000 ലക്ഷങ്ങളൊന്നും സാലറിയുള്ള ജോലി കിട്ടില്ല. എന്തായാലും മിക്കവാറും കിട്ടില്ല, ഒരുവിധം എല്ലാ കോഴ്സിനും കിട്ടില്ല. കാരണം ഫ്രഷേഴ്സിന് എക്സ്പീരിയൻസ് ഇല്ലാണ്ട് എല്ലാവരും എക്സ്പീരിയൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ജോലിക്ക് കയറുമ്പോൾ ചെറിയ സാലറി ആയിരിക്കും. മറ്റേ ഒരു കരിക്ക് എൻ്റെ ഒരു എപ്പിസോഡിൽ സീനുണ്ട്, അതേപോലെ തന്നെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്യാം ഒരു സീൻ. അല്ല സാറേ, സാലറിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു. ഇല്ല, നമ്മൾ സംസാരിച്ചിട്ടില്ല. 5,000 rupees per month കേട്ടോ. 5,000 സാർ, ഞാൻ M.Tech റാങ്ക് ഹോൾഡറാ. M.Tech റാങ്ക് ഹോൾഡറാണോ? അതെ സാർ. ഓക്കെ, എന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ പുറത്ത് ഒരു 250 രൂപ എക്സ്ട്രാ. ഓക്കെ, 250 രൂപയോ? ആ, ഇനി പേഴ്സണൽ തന്നെ. അപ്പോൾ ഇതേപോലെ ആയിരിക്കും ഫസ്റ്റ് സാലറി എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് സാലറി വളരെ കുറവായിരിക്കും, ചിലപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും. ഫസ്റ്റത്തെ ജോബ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാനാണ്. പക്ഷേ അതായത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടിയ ജോലി കിട്ടുള്ളൂ. അതുകൊണ്ട് എന്തായാലും എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് ചെറിയ ജോലി ആവശ്യമാണ്. പക്ഷേ ചെറിയ ജോലി ചെയ്ത് പിന്നെ അതിൽ നിന്ന് വേറെക്ക് മൂവ് ചെയ്യാൻ ആൾക്കാർക്ക് മടിയായിരിക്കും. അതായത് കുറച്ചിങ്ങനെ പൈസ ഇങ്ങനെ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ വലിയ മടിയായിരിക്കും. അതായത് അടുത്തൊരു കൂടിയ ജോലി കണ്ടുപിടിക്കാനുള്ളൊരു മടിയും കൂടിയാകുമ്പോഴാണ് എല്ലാവരും 9 to 5 ജോബിൽ ഇങ്ങനെ സ്റ്റക്കായി പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ChatGPT നോക്കി, അതായത് ലൈഫ് ആഫ്റ്റർ കോളേജ്. അപ്പോൾ ഇങ്ങനെ 4 സംഭവങ്ങളായിട്ടാണ് വന്നത്. അതായത് ഒന്നാമത്തെ നമ്മൾ എന്താ പറയുക, കോളേജ് കഴിഞ്ഞിട്ട് ജോലി കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ളൊരു ചെറിയ സമയമില്ല, അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലൈഫ് ഇങ്ങനെയൊക്കെയാണെന്ന് ഇങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ വരും. കോളേജിൽ ഫ്രണ്ട്സ് പരിപാടി സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ലൈഫിലേക്ക് കിടക്കുമ്പോൾ. അതായത്
നമ്മളെ ജോലിക്ക് കിടക്കുമ്പോൾ നമ്മുടെ കോളേജിലാകുമ്പോൾ ഫുൾ ടൈം അടിച്ച് പൊളിച്ച് നടക്കായിരിക്കും മിക്കവാറും എല്ലാവരും. അപ്പോൾ അതായത് ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് അതായത് നമ്മൾ ജോലി കണ്ടുപിടിക്കാനുള്ള സമയം. പിന്നെ രണ്ടാമത്തെ ജോലിക്ക് കയറുന്നതാണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ ജോലിയാണെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ കുറേ അറ്റൻഡ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ജോലിക്ക് കയറാന്നുള്ളതാണ് രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും കുറേ പേര്. അതായത് എന്താ പറയുക 9 to 5 ജോബ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ഫുൾ ലൈഫ് ടൈം കണ്ടിന്യൂ ചെയ്ത് പോകും. മൂന്നാമത്തെ സ്റ്റേജ് വരെ എല്ലാവരും എത്തുള്ള മിക്കവാറും ഒരുവിധം എല്ലാ ആൾക്കാരും ഈ ഒരു മൂന്നാമത്തെ സ്റ്റേജിൽ നിർത്തും. അതായത് എന്താ പറയുക ഇങ്ങനെ 9 to 5 ജോലി കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, വേറെ ഒന്നും ചെയ്യില്ല. അതിൽ നിന്ന് അടുത്തേക്ക് ചാടാനുള്ളൊരു മടി ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഒരു റിസ്ക് എടുക്കാനുള്ള പേടി ഉണ്ടാവും. അപ്പോഴാണ് നാലാമത്തെ സ്റ്റെപ്പ് ഞാൻ മതില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ് വരെ എല്ലാവരും ഒരുവിധം എല്ലാ ആൾക്കാരും നോർമൽ ആൾക്കാർ ചെയ്യുള്ളൂ. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് മാറി പുതിയൊരു നമ്മുടേതായൊരു സംഭവം കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വല്ല കോണ്ടൻറ്റ് ക്രിയേഷൻ തുടങ്ങുന്നതാവും, യൂട്യൂബ് ചാനലോ ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്നതായിരിക്കും, അല്ലെങ്കിൽ വല്ല ട്രേഡിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ വല്ല ബിസിനസ് തുടങ്ങുന്നതായിരിക്കും. അങ്ങനെ നോർമൽ രീതിയല്ലാണ്ട് നോർമൽ ആൾക്കാർ പോകുന്ന രീതിയല്ലാണ്ട് ജോബിൽ നിന്ന് മാറിയിട്ട് വേറൊരു ഇൻകം സോഴ്സ് അല്ലെങ്കിൽ വേറൊരു സംഭവം ചെയ്യുന്നതാണ് ആ ഒരു നാലാമത്തെ സ്റ്റെപ്പ്. ആ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തുന്നവരാണ് ലൈഫിൽ കുറച്ചും കൂടിയും അടിപൊളിയാവുന്നതും അവരുടെ സ്വപ്നങ്ങളും സംഭവങ്ങളൊക്കെ നേടിയെടുക്കുന്നതും. അപ്പോൾ നിങ്ങൾ മിക്കവാറും എല്ലാവരും നമ്മൾ ഒരുവിധം എല്ലാവരും മൂന്നാമത്തെ സ്റ്റെപ്പ് വരെ എത്തുണ്ടാവുള്ളൂ. അതായത് 9 to 5 ജോലി കിട്ടി, അതിൽ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ തട്ടിമുട്ടി EMI സംഭവങ്ങളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ പോവും. ലൂപ്പായിട്ട് പോവും. രാവിലെ എനിക്കുന്നു ലൂപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതായത് രാവിലെ എനിക്കുന്നു ജോലിക്ക് പോകുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എല്ലാ ദിവസവും അങ്ങനെ പോകും. പിന്നെ സാറ്റർഡേ സൺഡേ വെറുതെ വീട്ടിലിരിക്കും, എവിടെയും പുറത്ത് പോകും. പിന്നെ അടുത്ത ആഴ്ച തിങ്കളാഴ്ച ആകുമ്പോൾ പിന്നെയും ദേഷ്യം വരും, ജോലിക്ക് പോകണല്ലോ എന്നുള്ളൊരു മടുപ്പ് വരും, ഒരു മടി വരും. പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ലൂപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ലൂപ്പിൽ പെട്ടെടുക്കുന്നതാണ് സ്റ്റേജ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കുന്നതാണ് സ്റ്റേജ് 4. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യാൻ കാരണം നിങ്ങൾ ആ ഒരു 4th സ്റ്റേജിലേക്ക് കടക്കണം എന്നാണുള്ളത്. അതായത് ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് സംഭവങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നല്ല കുറേ അടിപൊളിയായിട്ടുള്ള ജോലി ഉണ്ടെങ്കിൽ അടിപൊളി, അല്ലെങ്കിൽ ചെറിയ സംഭവമാണ് നിങ്ങൾ തട്ടിമുട്ടിക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നുള്ളെങ്കിൽ 4th സ്റ്റേജിനകത്ത് നിങ്ങൾ ചിന്തിക്കണം. അതായത് വേറെ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ ഞാനും ചിന്തിക്കണം. ഞാൻ 3rd സ്റ്റേജിലാണ്. അപ്പോൾ വർക്ക് ഫ്രം ഹോമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4th സ്റ്റേജിനകത്ത് ചിന്തിക്കണം. അപ്പോൾ എനിക്കും ഇങ്ങനെ തോന്നി. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. വീഡിയോ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇതാവുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ലൈഫ് ആഫ്റ്റർ കോളേജ് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു പോകണമെങ്കിൽ അടിപൊളിയാണ്. അല്ലാണ്ട് കോളേജ് ലൈഫും സ്കൂൾ ലൈഫും മാത്രമല്ല അടിപൊളി. ലൈഫ് കുറച്ചും കൂടി അടിപൊളിയാക്കാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കോട്ട് ഓർമ്മ വെച്ചാൽ മതി. അതായത് കോളേജ് ഈസ് ഓൺലി എൻഡിങ്, യുവർ ലൈഫ് ഈസ് ജസ്റ്റ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഇത്രയുണ്ടായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ തോട്ട്സ് സംഭവങ്ങളൊക്കെ താഴത്ത് കമൻറ്റ് ബോക്സിലിടുക. അടിപൊളിയുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാണാം. ബൈ, ഗുഡ് ബൈ.